സർവകലാശാലയ്ക്ക് കീഴിലെ ഓറിയന്റൽ കോളേജുകളിൽ പുതിയ കോഴ്സ് തുടങ്ങുന്നതിന് അനുമതി നൽകുന്ന ഫയലിൽ ഒപ്പിടാൻ VC വിസമ്മതിച്ചത് ലീഗിന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങളെ പ്രകോപിപ്പിച്ചു. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾ മധ്യസ്ഥ ചർച്ച നടത്തിയ ശേഷമാണ് VC ഒപ്പിടാൻ തയ്യാറായത്. ഇതു സംബന്ധിച്ച് സിൻഡിക്കേറ്റ് യോഗത്തിൽ നടന്ന ചർച്ചയുടെ മിനിറ്റ്സിൽ VC തന്നെ ചില കാര്യങ്ങൾ എഴുതി ചേർത്തു. സിൻഡിക്കേറ്റ് അംഗങ്ങളായ PM നിയാസിനും അബ്ദുൽ ഹമീദിനും നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടെന്നാണ് VC എഴുതിയത്. ആ മിനിറ്റ്സിൽ അന്ന് എടുത്തിട്ടുള്ളൊരു തീരുമാനം രേഖപ്പെടുത്തിയിട്ടില്ല. മര്യാദയ്ക്കൊരു തീരുമാനം രേഖപ്പെടുത്താതെ അദ്ദേഹത്തിനും പ്രൊവൈസ് ചാൻസലർക്കും മാത്രം ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ രേഖപ്പെടുത്തി നോട്ട് എന്ന നിലയിൽ ഇന്ന് വരെ സിൻഡിക്കേറ്റിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ട് ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് സർവകലാശാല ജോലി ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥനാണ്. VC എഴുതിയ മിനിറ്റ്സ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ ബഹളവും സംഘർഷവും ഉണ്ടായി. വൈസ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും മർദ്ദനമേറ്റു. ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. 2-3 പേര് എന്നെ വളഞ്ഞു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ സിൻഡിക്കേറ്റുള്ള അനുഭവം വെച്ചിട്ട് ഞാൻ അടുത്തിരുന്ന ഒരു എന്താ പറയുക നെയിം ബോർഡ് എടുത്തിട്ട് സ്കെയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിന്നു. അപ്പോൾ എന്നെ ഒരു നിയാസും സലാഹുദ്ദീനും അവരെല്ലാം കൂടെ കയറി എന്നെ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ PVC ഇടയ്ക്ക് വന്നു പിടിക്കാൻ പറഞ്ഞു. 2 മിനിറ്റോളം ഇവരിങ്ങനെ ഗുസ്തി പിടിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് PVCക്കും പരിക്ക് പറ്റി. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പക്ഷേ മറ്റൊന്നാണ് പറയാനുള്ളത്. ഒരു സിൻഡിക്കേറ്റ് മെമ്പറെ നെയിം പ്ലേറ്റ് എടുത്ത് അടിക്കാൻ അടിക്കുകയും ചെയ്തു. വളരെ ഗൗരവമുള്ള കാര്യമല്ലേ? ഒരു സിൻഡിക്കേറ്റ് മെമ്പർ അടിക്കാൻ, അത് കൈകാര്യം ചെയ്യുവാൻ, ശാരീരികമായി കൈകാര്യം ചെയ്യാൻ ഒരു വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടോ? വൈസ് ചാൻസലർക്കെതിരെ സർവകലാശാലയിൽ രൂപം കൊണ്ട ശക്തമായ എതിർപ്പിന്റെ പ്രതിഫലനമാണ് സിൻഡിക്കേറ്റ് യോഗത്തിലെ കയ്യാങ്കളി. ഇതോടെ സർവകലാശാലയിലെ പോര് ഒരു ഘട്ടം കൂടി പിന്നിടുകയാണ്. VCക്കെതിരെ പടനയിക്കുന്ന യൂണിയനുകൾ അഴിമതി ആരോപണങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. നേരത്തെ ജോലി ചെയ്തതിൻ്റെ പെൻഷനും ഇപ്പോഴത്തെ ശമ്പളവും ഒരേ സമയം വാങ്ങുന്നത് ഇരട്ട വേതനമാണെന്ന് സർക്കാർ നിശ്ചയിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ലേഡീസ് ഹോസ്റ്റൽ നിർമ്മാണത്തിനുള്ള കരാർ സിൻഡിക്കേറ്റ് അറിയാതെ വൈസ് ചാൻസലർ പുതുക്കി നൽകിയതിലും അഴിമതി സംശയിക്കപ്പെടുന്നു. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് 88 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് സർവകലാശാലയുടെ നഷ്ടമായതുകൊണ്ട്, വൈസ് ചാൻസലർ നടത്തിയ നഷ്ടമായതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇതിന് ഉത്തരവാദിത്വം വൈസ് ചാൻസലറുടെ പേരിൽ ഫിക്സ് ചെയ്യണം. VCക്കെതിരെ നിരന്തര സമരത്തിലാണ് SFI. വിദ്യാർത്ഥികൾ അവരുടെ പ്രശ്നങ്ങൾ തന്നോട് നേരിട്ട് പറയട്ടെ, സംഘടനാ നേതാക്കൾ അത് പറയേണ്ടതില്ല എന്ന VCയുടെ നിലപാട് SFI ചോദ്യം ചെയ്യുന്നു. അദ്ദേഹത്തിന് വിദ്യാർത്ഥി സംഘടനകളോട് ഭയങ്കര വെറുപ്പും അമർഷമൊക്കെയാണ്. അത് പലപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട്. കുട്ടികൾ ചെല്ലുന്ന സമയത്ത് പറയാറുണ്ട്, നിങ്ങൾ നേരിട്ട് വന്ന് എന്നോട് കാര്യങ്ങൾ ആവശ്യപ്പെടൂ. വിദ്യാർത്ഥി സംഘടനകൾ എന്നുള്ള രീതിയിൽ വന്ന് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം മറ്റൊരു തലത്തിലാണ് അതിനെ കാണുന്നത്. വിദ്യാർത്ഥികൾ ഒറ്റൊറ്റയായി ചെല്ലുന്ന സമയത്ത് അതിനെ വേറൊരു തലത്തിലാണ് കാണുന്നത്. അതിനെ ഞങ്ങൾ കാണുന്നത് എന്തെന്ന് വെച്ചാൽ സർവകലാശാല ക്യാമ്പസും അല്ലെങ്കിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തും രാഷ്ട്രീയ പ്രവർത്തനത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗം കൂടിയാണ്. ഇതുവരെ ഒരു സംഘടനയും അഭിമുഖീകരിക്കാതെ, അത് ഉദ്യോഗസ്ഥരുടേതാകട്ടെ, ഇവിടുത്തെ ജീവനക്കാരുടേതാകട്ടെ, ഇവിടുത്തെ വിദ്യാർത്ഥികളുടേതാകട്ടെ, ആരുടെ സംഘടനയും അഭിമുഖീകരിക്കാതെ ഒരു വൈസ് ചാൻസലർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനാധിപത്യ വിരുദ്ധനാണ് എന്ന് ഞങ്ങൾ പറയുന്നത്. SFIയേക്കാൾ വീറാണ് VCയെ എതിർക്കുന്ന കാര്യത്തിൽ MSFനുള്ളത്. VCയുടെ നിലപാടുമായി ഒരു തരത്തിലും അവർക്ക് യോജിക്കാനാകുന്നില്ല. ഒരു സെറ്റിൽമെൻ്റ് രൂപത്തിൽ 2-3 തവണ ഈ VCയുമായി സെറ്റിൽമെൻറ്റ് നടന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ചില വിഷയങ്ങളിൽ അദ്ദേഹം രക്ഷപ്പെടുന്നതിന് വേണ്ടി ആ സെറ്റിൽമെൻറ്റുകൾ ഉപയോഗപ്പെടുത്തുകയും പിന്നീട് അതുപോലെ തന്നെ അദ്ദേഹം ഒന്നിനേക്കാളും വേഗത്തിൽ നിറമാറുകയും ചെയ്യുന്ന പല സാഹചര്യങ്ങളാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സമവായം കൊണ്ട് ഇനി ഒരിക്കലും തന്നെ അദ്ദേഹവുമായി യോജിച്ചു പോകാൻ കഴിയാത്തിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ഈ യൂണിവേഴ്സിറ്റിക്കെതിരാണ് എന്ന് കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വൈസ് ചാൻസലർക്കെതിരായ അഴിമതി ആരോപണങ്ങളെല്ലാം തന്നെ ജീവനക്കാരും സിൻഡിക്കേറ്റ് അംഗങ്ങളും പിൻവലിക്കാൻ സാധ്യതയുണ്ട്. ഏകാധിപത്യപരമായ നിലപാട് മാത്രമാണ് അവരെ സംബന്ധിച്ച പ്രധാന പ്രശ്നം. അഴിമതി ആരോപണങ്ങൾ സജീവമായി ഉന്നയിക്കുമ്പോൾ തന്നെ സമവായ ചർച്ചകൾക്ക് VCക്കൊപ്പം ജീവനക്കാരും തയ്യാറാകുന്നു എന്നത് തന്നെ അത് വ്യക്തമാക്കുന്ന കാര്യമാണ്. എന്നാൽ അങ്ങനെ വഴങ്ങാൻ പക്ഷേ VC തയ്യാറല്ല എന്നിടത്താണ് കാര്യങ്ങൾ തകിടം മറിയുന്നത്. VCക്കെതിരെ ശക്തമായ നിലപാട് തുടരുന്ന മുസ്ലിം ലീഗിൻ്റെ എംപ്ലോയീസ് യൂണിയനും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇടതുപക്ഷത്തിൻ്റെ കെണിയിൽ വീണെന്ന വിലയിരുത്തലാണ് സ്ഥലം MLA KNA ഖാദറിനുള്ളത്. അകത്തുനിന്ന് വിമർശിക്കേണ്ടവർ പുറത്തു വന്ന് സമരം ചെയ്യുന്നതാണ് പ്രശ്നം.
അപ്പോൾ ഇദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു ആ സിൻഡിക്കേറ്റിന്. നമ്മുടെ കോഴിക്കോട് സർവകലാശാല നന്നാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലാവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷനും അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ട് അദ്ദേഹവുമായിട്ട് ചേർന്ന് നിന്ന് സർവകലാശാല ജീവനക്കാരും സിൻഡിക്കേറ്റും ഒക്കെ കൂടി ഒരുമിച്ച് നിന്ന് നടപ്പിലാക്കേണ്ടുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു പ്രോജക്റ്റാണ് വഴി മാറിപ്പോയത്. അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരികളാണ്. വൈസ് ചാൻസലർ മുഖ്യമന്ത്രിയാണ്, സിൻഡിക്കേറ്റ് മന്ത്രിസഭയാണ്. മന്ത്രിസഭ മുഖ്യമന്ത്രിയായിട്ട് യുദ്ധം ചെയ്താൽ പിന്നെ എന്താ അവിടെ നടക്കുക? വൈസ് ചാൻസലർ കുറച്ചും കൂടി ഡെമോക്രാറ്റിക് ആവണം. ജീവനക്കാർ കുറച്ചും കൂടി എന്താ പറയുക, ഒരു ചിട്ടയും ക്രമമൊക്കെ ഉള്ളവരും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവരും രാഷ്ട്രീയ അതിപ്രസരം ഇല്ലാത്തവരും വേണം. സിൻഡിക്കേറ്റ് ഈ വൈസ് ചാൻസലറോട് ചേർന്ന് നിന്നുകൊണ്ട് പല പദ്ധതികളും ആവിഷ്കരിച്ച് യൂണിവേഴ്സിറ്റി നന്നാക്കിയെടുക്കാൻ വേണ്ടിയുള്ള സഹകരണമാണ് കൊണ്ടുവരുന്നത്. ഇനി പൊളിറ്റിക്കലായിട്ട് നോക്കിയാൽ ഇത് UDFൻ്റെ ഭരണകാലത്ത് വന്നൊരു വൈസ് ചാൻസലറാണ്. ആ വൈസ് ചാൻസലർ വളരെ ശക്തമായിട്ടുള്ള ഭരണ നടപടികൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ സംഘടനകൾ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. ആ പ്രതിപക്ഷ സംഘടനകൾക്ക് ആയുധം കൊടുക്കാതെ രാഷ്ട്രീയമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ ഉപയോഗിച്ചിട്ട് ഇവരുടെ പക്ഷത്തെ ന്യായീകരിക്കാൻ ഇവർക്ക് പറ്റിയൊരു സന്ദർഭമായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയ ഏറ്റവും ശക്തമായൊരു ആയുധത്തെ ഉപയോഗിക്കുവാൻ ഭരണകക്ഷി അംഗങ്ങളായിട്ടുള്ള സിൻഡിക്കേറ്റുകാർക്കും കഴിഞ്ഞില്ല. അവർ നേരെ മറിച്ച് അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാൻ അവർക്കൊരു യുദ്ധം വേറെ നയിക്കായിരുന്നു. ലീഗിൻ്റെ എംപ്ലോയീസ് യൂണിയൻ നേതാക്കൾ പക്ഷേ MLAയെ തള്ളുകയാണ്. MLAക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെന്നാണ് അവരുടെ പക്ഷം. ലീഗിൻ്റെ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടനകൾ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നു എന്ന വാദം MLAക്ക് ഉണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം പറയുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിന് ആരോ നൽകിയ തെറ്റായ ഫീഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഈ വൈസ് ചാൻസലർ കാലാവധി കഴിഞ്ഞാൽ വേറൊരു സിൻഡിക്കേറ്റ് വരും, വേറൊരു വൈസ് ചാൻസലറും വരുമായിരിക്കും ഇയാളെ കാലാവധി കഴിയുമ്പോൾ. അങ്ങനെ വേറൊരു വൈസ് ചാൻസലർ വന്നാൽ, വേറൊരു സിൻഡിക്കേറ്റ് വന്നാൽ, സംസ്ഥാനത്ത് ഭരണം മാറിയാൽ ഇപ്പോഴത്തെ പ്രതിവർഷം ഭരണകക്ഷിയാവുകയും ശക്തമായിട്ട് നടപടികളൊക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്യും. അന്ന് അവർ കണ്ണിൽ ചോരയില്ലാതെ ഇപ്പോഴത്തെ ഭരണകക്ഷിക്കാരെ അവർ നേരിടുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ എൻ്റെ 40 വർഷത്തെ രാഷ്ട്രീയം ഞങ്ങൾ അന്ന് നിങ്ങളെ സഹായിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രതിപക്ഷത്തിലുള്ള സംഘടനകൾ ചിരിക്കുകയാണ്. കാരണം ഇവരിത്ര അറിവില്ലാത്തവരായി പോയല്ലോ, ഇവരെ ഞങ്ങളെ ആവശ്യത്തിന് കിട്ടുന്നുണ്ടല്ലോ. വൈസ് ചാൻസലറെ പൂർണ്ണമായും തള്ളിക്കളയാനാകില്ലെന്ന നിലപാട് സർവകലാശാലയിലെ ഒരു വിഭാഗം അധ്യാപകർക്കുണ്ട്. ഉന്നത നിലവാരത്തിലുള്ള ഒരു ഗവേഷണ ഒരു സ്ഥാപനമാക്കി മാറ്റണം എന്നുള്ള കാഴ്ചപ്പാടുള്ളൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം അതിനുവേണ്ടി സ്വീകരിക്കുന്ന നടപടികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ജനാധിപത്യപരമായ രീതിയിൽ മനസ്സിലാക്കപ്പെടുന്നില്ല. ഒന്ന്, അനധ്യാപക സമൂഹത്തെ, വിദ്യാർത്ഥി സമൂഹത്തിലെ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ഇതിനെ സംബന്ധിച്ചുള്ള ഭാവനകൾ, ഇതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റുകൾ, പരിപാടികൾ നടപ്പിലാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണപരമായ റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് അഭിപ്രായം. VCക്കെതിരായ പോരാട്ടം ശക്തമായതോടെ ഓരോ ദിവസവും ഓരോ അഴിമതി കഥകളും ഓഡിറ്റ് റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. രേഖകൾ തേടിപ്പിടിക്കാനും വാർത്തകളുണ്ടാക്കാനും എല്ലാവരും പരസ്പരം മത്സരിക്കുന്ന കാഴ്ച. സമരങ്ങളുടെയും വിവാദങ്ങളുടെയും വേലിയേറ്റത്തിനിടയിൽ മലബാറിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം തകരുമോ എന്ന ആശങ്ക അസ്ഥാനത്തല്ല. അതിശക്തന്മാരായ യൂണിയൻ നേതാക്കളും സംഹാരശേഷിയുള്ള വൈസ് ചാൻസലറും തമ്മിലടിച്ചാൽ ബാക്കിയാകുന്നത് എന്തായാലും സർവകലാശാലയുടെ യശസ്സായിരിക്കില്ലെന്ന് ഉറപ്പ്. എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും ജനാധിപത്യം അത്ര മോശം കാര്യമല്ലെന്ന് അംഗീകരിക്കാൻ വൈസ് ചാൻസലർ അബ്ദുസലാം തയ്യാറാകണം. സംഘടിത ശക്തി കൊണ്ട് നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കം ജീവനക്കാരും ഉപേക്ഷിക്കണം. വിദ്യാഭ്യാസ വളർച്ചയാണ് എല്ലാവരുടെയും ലക്ഷ്യമെങ്കിൽ സമവായം അസാധ്യമായ ഒരു ലക്ഷ്യമല്ല. ആ ലക്ഷ്യം ചെറുതായി തെറ്റുമ്പോൾ പോലും വലിയ സംഘർഷങ്ങൾ ഉണ്ടാകും. ലക്ഷ്യവും മാർഗവും നന്നായില്ലെങ്കിൽ ഇതുവരെ സംഭവിച്ചത് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇനിയും ആവർത്തിക്കും.